ഗസയിൽ പട്ടിണി ആയുധമാക്കുകയാണ് ഇസ്രായേൽ. ഗസയിലേക്ക് അവശ്യ സാധനങ്ങളുടെ വരവ് തടയുകയാണ് ഇസ്രായേൽ. ഇസ്രായേലിൻ്റെയും ഒപ്പം US-ൻ്റെയും ശത്രു ഹമാസാണ്. ഹമാസിൻ്റെ സമൂലനാശമാണ് US-ൻ്റെയും ഇസ്രായേലിൻ്റെയും ലക്ഷ്യം. ഇതിനായി പല പദ്ധതികളും ഒരുക്കുകയാണ് ഇരു രാജ്യങ്ങളും. ഹമാസിനെ തകർത്താൽ ഗസയുടെ മാത്രമല്ല മേഖലയുടെ മുഴുവൻ നിയന്ത്രണവും തങ്ങളുടെ കയ്യിൽ വരുമെന്നും ഇസ്രായേലും US-ഉം കരുതുന്നു. ഗസയിലെ പട്ടിണി മാറ്റാൻ പുതിയൊരു പദ്ധതിയുമായി എത്തിയിരിക്കുകയാണ് US-ഉം ഇസ്രായേലും. US-ഇസ്രായേൽ പിന്തുണയോടെയുള്ള സഹായ വിതരണം ഗസയിലെ ജനങ്ങളുടെ സർവനാശത്തിനാണെന്ന ആരോപണമാണ് ഉയരുന്നത്. പ്രതിഷേധം വകവയ്ക്കാതെ സഹായ വിതരണം ഗസയിൽ ആരംഭിക്കുകയും ചെയ്തു. ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്ന പേരിലാണ് സഹായ വിതരണം. എന്നാൽ എവിടെയൊക്കെ എത്ര സഹായം വിതരണം ചെയ്തെന്നൊന്നും ഈ സംഘടന വ്യക്തമാക്കിയിട്ടില്ല. യാതൊരു സുതാര്യതയും ഇല്ലാതെയാണ് ഇതിൻ്റെ പ്രവർത്തനം. സുരക്ഷിത മേഖലയിൽ ഭക്ഷണം വിതരണം ചെയ്തെന്നാണ് സംഘടന അവകാശപ്പെട്ടത്. വലിയൊരു തന്ത്രം ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷനു പിന്നിലുണ്ടെന്നാണ് വിമർശനം. സായുധരായ സുരക്ഷാ ജീവനക്കാർ ഉപയോഗിച്ചാണ് സംഘടന സഹായ വിതരണം നടത്തുന്നത്. ഗസയിൽ പ്രധാനമായും ഭക്ഷണം വിതരണം ചെയ്യുന്നത് UN ആണ്. UN-നെ ബൈപ്പാസ് ചെയ്യാനാണ് ഇസ്രായേൽ US പദ്ധതിയായ ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ്റെ ലക്ഷ്യമെന്നാണ് വിലയിരുത്തൽ. ഗസയിലെ 2.1 മില്യൺ ജനങ്ങൾക്ക് ഭക്ഷണവും മറ്റ് അവശ്യ സാധനങ്ങളും നൽകുന്നത് UN ആണ്. ഇതിനെ അട്ടിമറിക്കുകയാണ് ഇരു രാജ്യങ്ങളുടെയും നേതൃത്വത്തിൽ നടക്കുന്ന സഹായ വിതരണത്തിൻ്റെ ലക്ഷ്യം. ഫലത്തിൽ ആട്ടിൻതോലണിഞ്ഞ ചെന്നായാണ് ഈ സംഘടന. കഴിഞ്ഞ 11 ആഴ്ചയായി തുടർച്ചയായി ഗസയിൽ ഇസ്രായേൽ ഉപരോധം തുടരുകയാണ്. കൊടും പട്ടിണിയിലായ ഗസയെ രക്ഷിക്കാനെന്ന പേരിൽ അവതരിപ്പിച്ച ഈ പദ്ധതിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങളും ഉയരുന്നുണ്ട്. UN-ഉം മറ്റ് നിരവധി സഹായ ഗ്രൂപ്പുകളും GHF-ൻ്റെ പദ്ധതികളുമായി സഹകരിക്കാൻ വിസമ്മതിച്ചിട്ടുണ്ട്. അവ മാനുഷിക തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്നും സഹായം ആയുധമാക്കുന്നതായി തോന്നുന്നുവെന്നും അവർ പറയുന്നു. UN-ൻ്റെ പിന്തുണയുള്ള ഇൻ്റഗ്രേറ്റഡ് ഫുഡ് സെക്യൂരിറ്റി ഫോർ ക്ലാസിഫിക്കേഷൻ നടത്തിയ വിലയിരുത്തലിൽ വരും മാസങ്ങളിൽ 1,00,000 ആളുകൾ പട്ടിണി നേരിടുമെന്നാണ് പറയുന്നത്. ഈ സഹായ വിതരണങ്ങളെല്ലാം തകിടം മറിക്കുകയാണ് ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ്റെ ലക്ഷ്യമെന്നാണ് വിലയിരുത്തൽ. ഗസയിൽ ഹമാസിൻ്റെ സ്വാധീനം കുറയ്ക്കാനുള്ള തന്ത്രങ്ങളാണിതെല്ലാം എന്നാണ് നിരീക്ഷണം. ഹമാസിനെ ഇല്ലാതാക്കുകയാണ് ഇസ്രായേലിൻ്റെയും US-ൻ്റെയും ലക്ഷ്യം. സ്വതന്ത്ര സംഘടന എന്ന് അവകാശപ്പെട്ടാണ് ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ ഗസയിൽ കയറിപ്പറ്റിയത്. ഭക്ഷണ വിതരണം തുടങ്ങിയ ഉടൻ തന്നെ വലിയ പരാതിയാണ് സംഘടനയ്ക്കെതിരെ ഉയരുന്നത്. സഹായ വിതരണ കേന്ദ്രങ്ങൾ കൈകാര്യം ചെയ്യുന്നത് സ്വകാര്യ US സുരക്ഷാ ലോജിസ്റ്റിക്സ് സ്ഥാപനങ്ങളാണ്. അതിൽ UG സൊല്യൂഷൻസ്, സേഫ് ഫ്രീ സൊല്യൂഷൻസ് എന്നിവ ഉൾപ്പെടുന്നു. വിതരണ കേന്ദ്രങ്ങൾ സുരക്ഷിതമാക്കുന്നതും വാഹന ചെക്ക് പോസ്റ്റുകളുടെ മേൽനോട്ടം വഹിക്കുന്നതും ഇവരുടെ ഉത്തരവാദിത്തമാണ്. UGയുടെയും SRSൻ്റെയും നിയമസാധുതയും സുതാര്യതയും സംബന്ധിച്ച് സൂക്ഷ്മ പരിശോധന ആവശ്യമാണെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. സഹായ വിതരണത്തിൽ ഇസ്രായേൽ സർക്കാരിൻ്റെ ഇടപെടൽ മറച്ചുവെക്കാൻ രൂപപ്പെടുത്തിയ ഷെൽ കമ്പനികളായിരിക്കാം ഇവയെന്നാണ് ഇസ്രായേൽ പ്രതിപക്ഷ നേതാവ് യെയർ ലാപിഡ് ഉൾപ്പെടെയുള്ള വിമർശകരുടെ അഭിപ്രായം. പല കോണുകളിൽ നിന്നും ആശങ്കയും വിമർശനവും ഉയരുന്നതിനിടെ വിവാദമായ US-ഇസ്രായേൽ സഹായ വിതരണ പദ്ധതി തകർന്നതായി റിപ്പോർട്ടുകൾ വരുന്നു. സഹായ വിതരണ കേന്ദ്രത്തിന് മുന്നിൽ നീണ്ട ക്യൂ ആണ്. കർശന സുരക്ഷാ പരിശോധനയും ഇവിടെയുണ്ട്. സഹായ വിതരണ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ച് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ വിശന്നു വലഞ്ഞ ആയിരക്കണക്കിന് പലസ്തീനികൾ സഹായ വിതരണ കേന്ദ്രം കൈയടക്കിയെന്നാണ് റിപ്പോർട്ട്. തെക്കൻ നഗരമായ റാഫയിലെ ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ്റെ കോമ്പൗണ്ടിലെ തകർന്ന വേലിക്കെട്ടുകളും അതിനു മുകളിലൂടെ ജനക്കൂട്ടം നടക്കുന്നതിൻ്റെയും ദൃശ്യങ്ങളും പുറത്തു വന്നു. സഹായ വിതരണ കേന്ദ്രത്തിൽ വലിയ തിക്കും തിരക്കുമാണ്. തിരക്ക് അനിയന്ത്രിതമായതോടെ ഒരു ഘട്ടത്തിൽ തങ്ങളുടെ സംഘം പിന്മാറിയതായി ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ പറയുന്നു. അതിനിടെ സൈനികർ മുന്നറിയിപ്പ് വെടിയുതിർത്തതായി ഇസ്രായേൽ സൈന്യം പറഞ്ഞു. സായുധരായ അമേരിക്കൻ സുരക്ഷാ ജീവനക്കാരെയാണ് GHF ഉപയോഗിക്കുന്നത്. വെടിവയ്പിൽ ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല.